ഹലോ ഗൈസ്, നമ്മൾ കളിക്കാൻ പോണ മൈൻക്രാഫ്റ്റ് ആണ് ഗൈസ്. നാളെ ഇതേപോലത്തെ ചിത്രമല്ലല്ലോ ഗൈസ്. ബാക്കിൽ മറ്റേ കുറെ കാടിൻ്റെ ഉള്ളിലുള്ള ഇത് കുറെ വ്യത്യാസം വന്ന് തോന്നുന്നു. നമുക്ക് ഫസ്റ്റ് സ്റ്റീവിന് എടുക്കാം. ഇതെന്തോ ഇവിടെ ഈ ജീവി മറ്റേ നെതറിലുള്ള മറ്റേ ജീവിയല്ലേ, ഞാൻ യൂട്യൂബിലൊക്കെ കണ്ടിരുന്നു. പക്ഷെ നമുക്ക് വെച്ച് സ്റ്റാർട്ട് വെക്കാം. നമുക്ക് നോർമൽ വെക്കാം ഗൈസ്. എന്തോ ഒരു മാറ്റം വന്നെന്ന് തോന്നുന്നു ഗൈസ്. എന്തോ ഒരു മാറ്റം പോലെ ഇല്ലേ ഗൈസ്? നല്ല ഇതുണ്ടല്ലോ, ഒറിജിനൽ മൈൻക്രാഫ്റ്റിന്റെ ഒക്കെ ഒരു പോലെ ഉണ്ടല്ലോ. ഈ ഇതിന്റെ തർമ്മ കണ്ടില്ലേ? അപ്പൊ നമുക്ക് ഇവിടെ എത്തല്ലേ വില്ലേജ്. അപ്പൊ നമുക്ക് ഫസ്റ്റ് വില്ലേജിൽ തന്നെ വേഗം പോവാ ഗൈസ്. കുതിരണ്ട്, പക്ഷെ നമുക്ക് സാഡിലില്ല. സാഡിൽ ഇല്ലാക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. നമുക്ക് കുറച്ച് കഷ്ടപ്പെടേണ്ടി വരും. ഗൈസ് ഇതിലത്തെ വള്ളത്തിനൊക്കെ എന്തോ മാറ്റം വന്നില്ലേ ഗൈസ്? ഗൈസ് കണ്ട ഗൈസ് നിങ്ങൾ? എന്തോ ഒരു മാറ്റം പോലെ ഉണ്ട്. നമുക്ക് ഇതിന്റെ ഉള്ളിലേക്ക് കയറക്കാം. നമുക്ക് മേലേക്ക് പോവാം ഗൈസ്. ഗൈസ് നല്ല മാറ്റമുണ്ട് ഗൈസ്. ഇതിന്റെ ഉള്ളിൽ കൂടെ നമുക്ക് നോക്കട്ടെ ഗൈസ്. ഗൈസ് നല്ല നീല കളറല്ലേ, നൈറ്റ് പോലെ അല്ലേ ഇതില് വിഷൻ. നമുക്ക് സമയം കാണുന്ന ഗൈസ്. സമയം കയറാൻ സമയമില്ല. നമുക്ക് ഫസ്റ്റ് ഡേർട്ടാണ് പൊട്ടിക്കേണ്ടത്. അല്ല വേണ്ട, അല്ലെങ്കിൽ നമുക്ക് ഫസ്റ്റ് ട്രീസ് ആണ്, അതായത് മരങ്ങളാണ് നമുക്ക് ഫസ്റ്റ് മുറിക്കേണ്ടത്. ഞാൻ ഈ സാധാരണ മരം മുറിക്കൽ മറ്റേ പിക്കാക്സ് കൊണ്ടാണ്. പിക്കാക്സ് ആയാൽ വേഗം അങ്ങനെ സ്പ് ഉണ്ടാവില്ല. പിക്കാക്സ് എന്ന് പറഞ്ഞാൽ ഈ ബ്ലോക്കൊക്കെ പൊട്ടിക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യാം. അതായത് ഈ സ്റ്റോണ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് പിക്കാക്സ് യൂസ്ഫുൾ ആവുക. പിന്നെ ഈ മരം മാത്രം വെട്ടാനൊക്കെണ്ട, എന്തെങ്കിലും കിട്ടും. വല്ല ആപ്പിളും എല്ലാം കിട്ടുകയെങ്കിൽ മരത്തിൻ്റെ ഉള്ളിൽ വല്ല ആപ്പിളും എല്ലാം ഉണ്ടാവും. അപ്പൊ നമുക്ക് ഇങ്ങനെ അങ്ങനെയൊക്കെ വെട്ടി നോക്കാം. കണ്ട പൈസ നമുക്ക് ആവശ്യമില്ല. അതല്ല, നമുക്കൊരു ഇതുംപാടും കിട്ടിയിട്ടുണ്ട്. മറ്റേ സ്റ്റിക്ക് കിട്ടിയിട്ടുണ്ട്. നമുക്ക് ഇത് വെച്ചിട്ട് ഫസ്റ്റ് ക്രാഫ്റ്റിംഗ് ടേബിൾ അല്ല ക്രാഫ്റ്റിംഗ് ടേബിൾ ഉണ്ടാക്കുക. നമുക്ക് ക്രാഫ്റ്റിംഗ് ടേബിൾ വെച്ചിട്ട് കുറച്ച് സാധനങ്ങൾ ഉണ്ടാക്കാം. ഇതാണ് ഞാൻ പറഞ്ഞ സാധനം, വുഡൻ ആക്സ്. ഇത് വെച്ചിട്ട് മരം വെട്ടാച്ചെങ്കിൽ കുറച്ചും പാടി സ്പ് ഉണ്ടാവും. സ്റ്റിക്ക് ഓക്കെ, നമുക്ക് ഇതെല്ലാതും ഉണ്ടാക്കാം. ഇതാണ് പോട്ടെ. അപ്പൊ നമുക്ക് എല്ലാതും കിട്ടിയിട്ടുണ്ട്. നമുക്കിത് നേരെ പൊടിച്ചെടുക്കാം. ഇത് ടാക്സ് വെറുതെ ടാക്സ് വെച്ച് പൊട്ടിച്ചാലും ക്രാഫ്റ്റിംഗ് ടേബിൾ ആക്സ് വെച്ചിട്ട് പൊട്ടിച്ചാലും സ്പീഡ് ഔട്ടോ. ഇതപ്പം നമ്മൾ മരം വെട്ടാണ്. പിക്കാക്സിനെ കാട്ടി സ്പീഡ് ഉണ്ട്. ഇനി പിക്കാക്സ് വെക്കാം. കുറച്ചും പാടി സമയത്ത് നമുക്ക് സമയ ലാഭം വാങ്ങിച്ചെങ്കിൽ ആക്സ് തന്നെ പറ്റുള്ളൂ. ഇവൾക്ക് മരത്തടി കുറേ വേണ്ടാ, നല്ല ആവശ്യം വരും ചിലപ്പോ.
വെറുതെ ഒരു പൂളും കിട്ടി. എന്തോ ഒരാട് ചത്താണ്. ഗായ്സ് ഇത് കണ്ട ഗായ്സ്, നിങ്ങൾ സൈഡിലൊക്കെ നല്ല ക്ലിയർ വന്നു കേട്ടാ. അപ്പൊ ഗായ്സ് നമുക്ക് 12 ഓക്കിലോ കിട്ടിയിട്ടുണ്ട്. മരത്തടി ഇട്ടിട്ടുണ്ട്. നമുക്ക് പന്നീനൊന്നും വേണ്ട, നമുക്ക് വല്ല പോത്തോ വല്ലവും മതി. പോത്തിനെ കഴിക്കാം. പോത്തിനെ കാണുമ്പോ നമുക്ക് വെട്ടി കഴിക്കാം. നമുക്ക് കല്ലോളാണ് ആക്കണ്ട്. ഈ വില്ലേജിന്റെ സൗണ്ടൊക്കെ ഹാന്നിട്ടാണ് ഗൈസ്. ഓല കാരാന്നാവാൻ സംസാരിച്ചാൻ പഠിപ്പിച്ചത്. നമുക്ക് ഇതിന്റെ മേലേക്ക് പോവാം. ഇങ്ങണ്ട് ഇവിടൊന്നുമില്ല ഗൈസ്, നമുക്ക് തിരിച്ചോവാം. നമുക്കിന്നെ ഒരു മൈനിങ് ആണ് തുടങ്ങാം ഗൈസ്. ഗൈസ് ഇങ്ങനത്തെ സ്റ്റോൺസ് പഠിക്കാണ് വുഡൻ പിക്കാക്സ്. എന്താ ഗൈസ് കുറച്ചും പാടി സ്പീഡായിരുന്നു. നമുക്ക് ഈ വില്ലേജിന്റെ ഏറ്റവും മേലെ പോയാലോ ഗൈസ്. ഇനി പിന്നെ നമുക്ക് ഫസ്റ്റ് ക്രാഫ്റ്റിംഗ് ടേബിൾ ഇവിടെ ഉണ്ടായിരുന്നു ഗൈസ്. നമുക്ക് ഇത് മതിയല്ലേ ഗൈസ്? ഇത് ഒന്നും പാടി ഇങ്ങോട്ട് പിടിക്കാം. 2 മതിയാ? കുറച്ചായിട്ട് ശേഖരിക്കാം. എന്നിട്ട് നമുക്ക് എവിടെയെങ്കിലൊക്കെ ഈ വില്ലേജിന്റെ ഏറ്റവും മേലെ പോയിട്ട് നമുക്ക് ഇതാക്കാം, മൈൻ ചെയ്യാം. പിന്നെ ഗൈസ് ഈ ഡേർട്ടൊക്കെ വേഗം പൊട്ടിക്കാന്നുണ്ടെങ്കിൽ ഈ ഷവല് മതി കേട്ടോ ഗൈസ്. ഷവലുമ്പോ സ്പീഡില് ഡേർട്ടൊക്കെ വേഗം പൊട്ടിച്ചിട്ടാ. ഓക്കെ കിട്ടിയിട്ടുണ്ട്. നമുക്ക് എല്ലാതാണ്ട് എടുക്കാം ഗൈസ്. എല്ലാതും എടുക്കാനുള്ളത് കിട്ടിയില്ല. കുറച്ചും പാടി വേണം ഗൈസ്. സ്കോള് കിട്ടിയിട്ടുണ്ട്. ഗൈസ് 19 ഉണ്ടല്ലോ ഗൈസ്. പിന്നെപ്പോ എന്താ വെറുതല്ല ഗൈസ്, സ്റ്റിക്കില്ല ഗൈസ്. ഇത് ഉണ്ടാക്കാൻ പറ്റും? ഉണ്ടാക്കണം, വേണ്ട. നമുക്ക് ഇതിന്റെ ശവല് ഇത് എത്രയൊക്കെ മതി, വലിയ ആവശ്യമൊന്നും വരില്ലല്ലോ. ഇവിടെ നമുക്ക് വേറെ എടുത്തു പോയി കഴിച്ചു. അല്ല ഞാണ് കുറച്ച് പരിപാടികൾ. ആരും കാണുന്നില്ലട്ടാ, ആരും കാണുന്നില്ല. അണ്ട് തിരിഞ്ഞെടുക്കണം. രാത്രി കുഴപ്പമുണ്ടോ? പക്ഷെ നമുക്ക് ഇത് ഇവിടെ തന്നെ നട്ടേക്കണം. ഇതാണ് നന്മ. ശരി. ഞാൻ ആദ്യം കണ്ടപ്പോ വിചാരിച്ചത് വെള്ളം ഇല്ലാന്ന്. നമുക്ക് വേഗം പോണ, വേഗം നാട് ഇടണം ഗൈസ്. ഞാൻ വന്നുറങ്ങി ഗൈസ്.
എന്ത് ചെയ്യും? നമുക്ക് ഇതിനെ തൂക്കി ഇനി വാ. നമുക്കൊരു ബുദ്ധി കാട്ടിയാലോ? കൊറേ ആരെങ്കിലും ബാക്കിന്ന് വരുമോ? നമുക്ക് ഇവിടെ ആരും കൊണ്ട് വരുന്നില്ലല്ലോ ഗൈസ്. അപ്പൊ ഗൈസ് ആരും വരുന്നില്ല, അതുകൊണ്ട് നമുക്ക് വില്ലേജിൽ പോയി കേറി കെടുക്കാം. ഇതിവിടെ ഉണ്ടായിക്കോട്ടെ ഗൈസ്. നമുക്ക് ഈ സാധനങ്ങൾ ഇട്ടിടാം. ഈ സാധനം വെറുതെ ഇങ്ങനെ നിക്കണോ? വേണ്ട. അയ്യോ ഗൈസ്, നന്മയുള്ളവരാണ് നമ്മൾ. എന്തുണ്ടായി? എന്താണ് ഗൈസ്? നമ്മളൊന്നും തല്ലാൻ പറ്റൂല. അയ്യോ ഗൈസ്, ഓ ഗൈസ്, ഞാൻ സാധനങ്ങൾ അവിടെ പോയിരിക്കണ്ട പോലെ ഇടയുന്നു. നമ്മളൊന്നും കണ്ടില്ല. ചേട്ടിക്കാൽ നമ്മളെ കൂടെ വരുന്നുണ്ട് ഗൈസ്. നമുക്ക് വേഗം വണ്ടി രക്ഷപ്പെടണം ഗൈസ്. വേഗം വേഗം ഗൈസ്, നമുക്ക് എല്ലാ സാധനവും കിട്ടിയിട്ടുണ്ട് ഗൈസ്. നമുക്ക് ഇതിന്റെ ഉള്ളിൽ പോവല്ലേ? ആരുമില്ലല്ലോ. അല്ല ഗൈസ്, എന്നാലും അതെങ്ങനെ ഗൈസ്? ഈ സാധനം ആക്സ് വെച്ചിട്ട് കണ്ടോ? ഞങ്ങള് ഒന്നും പണി കണ്ടോ? ഇവിടെ ഇല്ലല്ലേ. അപ്പൊ നമുക്ക് ഗൈസ് ഈ സംഭവങ്ങളൊക്കെ ഇടാം. മേത്ത് ഡ്രസ്സൊക്കെ ഇടാം. ഓക്കെ, ഇതൊരു വില്ലേജറിന്റെ ലുക്ക് പോലെ ഫാൻറ്റും ആ ഇതും പാടിട്ടപ്പോ നമുക്കൊരു ഫുഡുള്ള ഒരു ഇതിൽ കിടക്കായിരുന്നു. വാളം പിടിച്ച് നടക്കാം. മണ്ട ഗൈസ്, നമുക്കൊന്നിനും സമയമില്ല ഗൈസ്. എന്താ ചെയ്യാ ഗൈസ്? ഞാൻ രസം കിട്ടോ ഗൈസ്? നമുക്കൊരു കാര്യം ചെയ്യാം. ചാട ചാട. ഇതാണ് അല്ല ഒരു രസം. രാവിലെ ആയിട്ടുണ്ട്. നമുക്ക് അതിനെ കൊന്നാലോ? എന്താ? അത് താനെ ചത്തു. ഈ വീടിന് എന്തോ പ്രത്യേകത ഉള്ള പോലെ അല്ലേ? അയ്യോ ഗൈസ്, ഈ വീടിന്റെ പ്രത്യേകത എപ്പോഴാ മനസ്സിലായി ഗൈസ്? പുറത്തിറങ്ങാൻ പറ്റൂല ഗൈസ്. അതാണ് ഈ വീടിന്റെ പ്രത്യേകത ഗൈസ്. ഓക്കെ, ഏത് വില്ലേജറിനെ തൊട്ടത്? അല്ലല്ലോ ചേട്ടാ. അപ്പൊ ഗൈസ് ഇനി നമുക്ക് നമുക്ക് ഒരു വീടുണ്ടാക്കണം ഗൈസ്. ഗൈസ്, അതിന് മുന്നേ നമുക്ക് ഇതിനെ നമുക്ക് ഇവിടെ ആയിട്ട് ഉണ്ടാക്കാം ഗൈസ്. ഒരു ചെറിയൊരു വീട് മതി. അപ്പൊ ഗൈസ്, ഞാൻ വീടുണ്ടാക്കിയിട്ട് കാണിച്ചു തരാം. ഗൈസ്, ഞാൻ എപ്പോഴാ ശ്രദ്ധിച്ചു നേരത്തെ തന്നെ ഈ സാധനം വെച്ചിട്ട് ഇങ്ങനെ ആക്കാന്ന്.
ഒരു പ്രത്യേക സൗണ്ട് ഞാൻ നിങ്ങൾക്ക് കേൾപ്പിച്ചുതരാം. കണ്ട ഗൈസ്, നല്ല സൗണ്ട് ഗൈസ്. അപ്പൊ നമ്മളെ വീട് ഇതാട്ടാ ഗൈസ്. ഇതാ ഇവിടെയാണ് നമ്മള് മറ്റേ ക്രാഫ്റ്റിംഗ് ടേബിൾ. ഇവിടെ 2 ചെസ്റ്റ് ഒന്നും വെച്ചിട്ടില്ല. മേലായിട്ട് നമ്മള് ഇവിടെ ഇവിടേക്ക് തോന്നുന്നു മൈൻഡ് ചെയ്തപ്പോ ഈ മറ്റേ കോപ്പർ എന്നുള്ള സാധനം കിട്ടി. അപ്പൊ നമ്മള് അതിന്റെ ബ്ലോക്ക് ആക്കിയിട്ട് ഇതൊക്കെയാണ്. പിന്നെ ഇവിടെ ഒക്കെ ക്രീപ്പേഴ്സ് വന്നിട്ട് ഭയങ്കര ഇതായിരുന്നു. നമുക്ക് ഈ ഡോറും ഏണിയൊക്കെയാണ് വെക്കാനുള്ളത്. പിന്നെ ഒരു വീട്ടിൽ പോയപ്പോൾ അയണിന്റെ 2 ബൂട്ട് കിട്ടി. അപ്പൊ നമ്മക്ക് ഇപ്പൊ ഇടാ ഈ അയൺ സോറും. പിന്നെ കുറച്ച് പശുവിനെ കൊന്നിരുന്നു. പക്ഷേ ഇതുവരെ നമുക്ക് ബെഡ് ഉണ്ടാക്കാൻ പറ്റൂല. ബെഡ് ഉണ്ടാക്കാൻ പറ്റും തോന്നില്ല. കാരണം ബെഡ് ഉണ്ടാക്കാനുള്ള എല്ലാ സാധനം ഉണ്ട്. പക്ഷെ വൂള് മാത്രമാണ് ഇല്ലാത്തത്. നമുക്ക് കൊറേ സ്റ്റിക്ക് കണ്ടിരിക്കാം. ഫുള്ള് സ്റ്റിക്ക്. ഓക്കെ, ഇത്ര മതി. നമുക്ക് വാതിൽ ഫസ്റ്റ് നമുക്ക് ഇവിടെ അങ്ങനെ ഡോഗ് ഉണ്ട് കിട്ടാ. നമുക്ക് നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യണ്ട. അവസാനില്ല. നമ്മള് എന്താ ചെയ്യാ, ഒരു സ്വിച്ച് ഉണ്ട്. സ്വിച്ച് സാഡിയിലൊക്കെ ഉണ്ട് ട്ടാ. ഷോർട്ട്സ് ആർമറാണ്. പിന്നെ ആർമറും അല്ല മറ്റേ അയേണുമാണ്. അല്ലാണ്ട് ഞാൻ ഫുൾ ഉണ്ടാക്കിയത്. അയേ ഇല്ല, അത് മാത്രം പ്രശ്നമുള്ളു. പിന്നപ്പ എന്താ ഇനി സ്വിച്ച് ഞാൻ മറന്നു പോവാ ഗൈസ്. സ്വിച്ച് അത് മതി ഗൈസ്. രണ്ട് സ്വിച്ച് മതി ഗൈസ്. ഫസ്റ്റത്തെ സ്വിച്ച് ഇതുണ്ട്. അതിന്റെ പ്രത്യേകത സ്വിച്ച് ഇവിടെ പോയി ഗൈസ്. ഇവിടെ നിന്നാ നമുക്ക് പുറത്തുംപാടി വെച്ചിട്ട് എസ്കേപ്പ് ചെയ്യാം. വലിയ വേണ്ട ഒരു സോംബീസ് വന്നാൽ തന്നെത്താനെ ഇതാക്കാലോ. നമുക്ക് മൈൻഡ് ചെയ്യാം. ഇവിടെയാണ് മൈൻഡ് ചെയ്തിരുന്നത്. നമുക്ക് വേറെ വെക്കാം. നമുക്ക് കുറച്ച് ടോർച്ചിന്റെ ആവശ്യം ഉണ്ടായിരുന്നു. നമുക്ക് ഇവിടെ 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 കഷ്ട ഗൈസ്. അയ്യോ നമുക്ക് ടോർച്ചാണ് വേണ്ടത്. ടോർച്ച് ഉണ്ടാക്കാൻ പറ്റും എനിക്ക് തോന്നുന്നില്ല. എന്താ ഇല്ലാത്ത
മിക്കവാറും കോളേക്കാണ്. ഇതിന്ന് ഏതെങ്കിലും ഒരു ടോർച്ച് എടുക്കാം. ഈ ടോർച്ച് എടുക്കാം. നമ്മൾ ഈ ടോർച്ച് നമ്മള് ഇട്ടിട്ടാ അങ്ങനെ ഇവിടെ അല്ലടി ഈ തിളക്കം പോലെ ഉണ്ടാവും. എന്റെ കൈസ് ഇന്നൊന്നും കാണൂല കൈസ്. ഓക്കെ, ഇതിന്ന് മൈൻഡ് ചെയ്തപ്പോഴാണ് മറ്റേ ഈ സാധനം കിട്ടിയത്. റോക്കോ പിന്നെയൊക്കെ ഇങ്ങനെ കുഴിച്ച് പോവാം കൈസ്. നമ്മള് ഇത് സാധനം ഫുള്ളായിക്കണ. അയ്യോ, അവിടെ വെക്കുമ്പോ ഇവിടെ വന്നത് കേറുക. എന്ത് കഷ്ട ഗൈസ്. ആ സാധനം തീർന്നിട്ടുണ്ട്. എന്ത് ചെയ്യും ഗൈസ്? കിട്ടിയിട്ടുണ്ട്. എവിടെയെങ്കിലും എത്തി ഗൈസ്, ഇതുവരെ എത്തി. നമ്മൾ എന്ത് ചെയ്യും? ഇങ്ങനെ വന്ന് ഈ ബ്ലോക്ക് പൊട്ടിക്കാം ഗൈസ്. ഇനി നമുക്ക് മേലെ പോയിട്ട് കുറച്ചും പാടി ഏണികൾ ഉണ്ടാക്കാം. മറ്റേ കോണി. അയ്യോ ഗൈസ്, ഇത് പറ്റുന്നില്ലല്ലോ. ഇതെന്താ സംഭവം മനസ്സിലായില്ല. നമുക്ക് ട്രാപ്പ് ഡോർ ഉണ്ടാക്കാം. ട്രാപ്പ് ഡോർ. ഓക്കേ, ഇൻവെന്ററി ഫുള്ളാണ്. അതുകൊണ്ട് നമുക്ക് കുറെ സാധനങ്ങൾ ഇതിൽ നിന്ന് ഇങ്ങോട്ട് എടുത്തേക്കാം. നമ്മൾ കാര്യം പറഞ്ഞാണ്. ഉണ്ടാക്കാം. ആകെ ഒരു ഹെൽത്ത്. അയ്യോ ഗൈസ്, പൊട്ടത്തരം കാണിക്കുന്നു. നമുക്ക് ഇങ്ങനെയാണ് നമ്മളൊരു സാധനം ഫ്രൈ ചെയ്യണത്. എന്താ പറ്റിയത്? ഇതെന്താ ഗൈസ് ഇങ്ങനെ? ഇങ്ങനെ ഇതിൽ നമുക്ക് ഇതും പാടി
ഇങ്ങനെയാണ്. ഇതിന്റെ വക നമുക്ക് ചെറുതായിട്ടൊരു റിഫ്ലക്റ്റിന്റെ ലൈറ്റ് ഇട്ടിട്ടോ. ട്രാപ്പ് ഡോറ് നമ്മളെ കയ്യിൽ ട്രാപ്പ് ഡോറ് ഉണ്ടാക്കിയ ഗൈസ്. ട്രാപ്പ് ഡോറ് അയ്യോ ഇങ്ങനെ വല്ലേ. പക്ഷെ നമുക്ക് ട്രാപ്പ് ഡോർ ഇവിടെ വെക്കാൻ പറ്റില്ലല്ലോ. ഓ ഗൈസ് ഇത് പൊട്ടിച്ച് കളയണം. അയ്യോ ഗൈസ് സൗണ്ടും പാടി. ഗൈസ് ഇപ്പൊ ഒരു സംഭവം മനസ്സിലായി. ഇതുമേ കയറിയ ഇതും തുറക്കും. നല്ലൊരു ഐഡിയ ആയി ഗൈസ്. രാവിലെ നമുക്ക് പുറത്ത് ഇറങ്ങാം. ഗൈസ് നമുക്ക് അതിന് മുന്നേ എല്ലാ ചങ്ങാതിമാരും നമ്മളെ വന്ന് എന്തെങ്കിലും ആക്കിയാൽ നമ്മളെ കഥ കഴിയും. നമുക്ക് ചിക്കൻ കഴിയും. ചിക്കൻ തിന്നിട്ട് പോകാം. ചിക്കൻ ഇതില് നമ്മള് വെച്ച ബീഫല്ലേ, സ്റ്റിക്കല്ലേ. ഓക്കെ നമുക്ക് പോത്തിന് കുക്ക് ചെയ്യാം. നീ പുറത്തേക്ക് പോവല്ല ഗൈസ്. പോവാ ഒരുപാടും പിടിച്ചാണ്ട് പോവാ ഗൈസ്. പേടിയല്ല ഗൈസ്. നമ്മള് ബാക്കൊന്നും അല്ല, ക്രീപ്പർ വന്ന് നമ്മളെ പൊട്ടി തെറിപ്പിച്ചാലോ. കൊറേ സാധനങ്ങളുള്ളതല്ലേ, ചെസ്റ്റിൽ വെക്കായിരുന്നു. ഇപ്പൊ സാധനം ഈ ആടിന് ആവശ്യമുണ്ട് ഗൈസ്. നമുക്ക് ആവശ്യമില്ലാണ്ട് ഞാൻ കൊല്ലൂല ഗൈസ്. ഗൈസ് ഒക്കെ ഒരു ലെതറും പടി കിട്ടാനുള്ള ഒരു ഐഡിയ ആയി. നമുക്ക് ഇത് ഉപയോഗിച്ചിട്ട് കാര്യമില്ല. അയണാണ് ഉപയോഗിക്കുക ഗൈസ്. എന്താ ചെയ്യാ? അതിന്റെ കുഞ്ഞു വന്നു ഗൈസ്. വേറെ ആയില്ല. ഒന്നും കിട്ടിയില്ല ഗൈസ്. നമ്മളാരാ? നമുക്ക് അതിനും പാടി ഒന്ന് തീർത്തിട്ട് ഇവിടെ കേവ് ഉണ്ട് ഗൈസ്. പക്ഷെ നമുക്ക് അവിടെ കേറണ്ട. നമുക്ക് ഇപ്പൊ ചാടിയാണ് എന്റെ കഥ കഴിഞ്ഞു. ഇതെന്താ സംഭവം എനിക്ക് ഇതുവരെ മനസ്സിലായില്ല ഗൈസ്. ഇതെങ്ങനെയാണോ എന്താണെന്നൊന്നും മനസ്സിലായില്ല. പക്ഷെ നമുക്ക് ഇതിന്റെ ഉള്ളിൽ
അവിടെ ഒന്നും ഇല്ലല്ലോ. ഈ വീട്ടിൽ നിന്നാ കഴിച്ച് നമുക്ക് അയൺ കിട്ടിയത്. ഞാൻ ആദ്യമായിട്ട് കഴിച്ച ഒരു വില്ലേജർ ഇത് ശേഖരിക്കുന്നത്. നമുക്ക് ശേഖരിച്ചു കഴിച്ചു പകരം. സാരല്ലേ കഴിച്ചു, നമ്മളൊരു ഹെൽപ്പ് ചെയ്യേണ്ടി വന്നു അല്ലേ പിന്നെ. നമുക്കിതൊക്കെ ചെയ്യാം. ഒന്ന് ബാക്കി വെക്കാം. ഒന്ന് ബാക്കി വെച്ച് നമ്മള് നന്മമരമാണ് കഴിച്ചു. നമുക്ക് ഗൈസ് മറക്കരുത്, മരാണ് നമുക്ക് ആവശ്യമുള്ളത്. അപ്പൊ ഗൈസ് ഞാൻ കുറച്ച് മരം ശേഖരിച്ചിട്ട് വരാം. അപ്പൊ ഗൈസ് നമുക്ക് കുറച്ച് മരങ്ങളായിട്ടുണ്ട്. നമുക്ക് അപ്പൊ ഗൈസ് ആരും വരുന്നില്ല, അതുകൊണ്ട് നമുക്ക് വില്ലേജിൽ പോയി കയറി കെടുക്കാം. ഇതിവിടെ ഉണ്ടായിക്കോട്ടെ ഗൈസ്. അപ്പൊ ഗൈസ് നമുക്ക് ഈ സാധനങ്ങൾ ഇട്ടിടാം. ഈ സാധനം വെറുതെ ഇങ്ങനെ നിക്കണോ? വേണ്ട. അയ്യോ ഗൈസ്, നന്മയുള്ളവരാണ് നമ്മൾ. എന്തുണ്ട്? എന്താണ് ഗൈസ്, നമ്മളൊന്നും തല്ലാൻ പറ്റൂല. അയ്യോ ഗൈസ്, ഓ ഗൈസ്, ഞാൻ സാധനങ്ങൾ അവിടെ പോയിരിക്കണ്ട പോലെ ഇടയിന്ന് നമ്മളൊന്നും കണ്ടില്ല. ചേട്ടിക്കാൽ നമ്മളെ കൂടെ വരുന്നുണ്ട് ഗൈസ്. നമുക്ക് വേഗം വണ്ടി രക്ഷപ്പെടണം ഗൈസ്. വേഗം വേഗം ഗൈസ്, നമുക്ക് എല്ലാ സാധനവും കിട്ടിയിട്ടുണ്ട് ഗൈസ്. നമുക്ക് ഇതിന്റെ ഉള്ളിൽ പോവല്ലേ? ആരുമില്ലല്ലോ. അല്ല ഗൈസ്, എന്നാലും അതെങ്ങനെ ഗൈസ് ഈ സാധനം ആക്സ് വെച്ചിട്ട് കണ്ടോട്ടെ. നിങ്ങളെ ഒന്നും പണി കണ്ടോ? ഇവിടെ ഇല്ലല്ലേ. അപ്പൊ നമുക്ക് ഗൈസ് ഈ സംഭവങ്ങളൊക്കെ ഇടാം. മേത്ത് ഡ്രസ്സൊക്കെ ഇടാം. ഓക്കെ, ഇതൊരു വില്ലേജറിന്റെ ലുക്ക് പോലെ, ഫാൻറ്റും ഇതും പാടിട്ടപ്പോ നമുക്കൊരു ഫുഡുള്ള ഒരു ഇതിൽ കിടക്കായിരുന്നു. വാളം പിടിച്ച് നടക്കാം. മണ്ട ഗൈസ്, നമുക്കൊന്നിനും സമയമില്ല ഗൈസ്. എന്ത് ചെയ്യാ ഗൈസ്? ഞാൻ രസം കിട്ടോ ഗൈസ്? നമുക്കൊരു കാര്യം ചെയ്യാം. ചാട് ഇതാണ് എല്ലാ ഒരു രസം. രാവിലെ ആയിട്ടുണ്ട്. നമുക്ക് അതിനെ കൊന്നാലോ? എന്താ? അത് താനെ ചത്തു. ഈ വീടിന് എന്തോ പ്രത്യേകത ഉള്ള പോലെ അല്ലേ? അയ്യോ ഗൈസ്, ഈ വീടിന്റെ പ്രത്യേകത എപ്പോഴാ മനസ്സിലായി ഗൈസ്? പുറത്തിറങ്ങാൻ പറ്റൂല ഗൈസ്. അതാണ് ഈ വീടിന്റെ പ്രത്യേകത ഗൈസ്. ഓക്കെ, ഏത് വില്ലേജറിനെ തൊട്ടത്? അല്ലല്ലോ ചേട്ടാ. അപ്പൊ ഗൈസ് നമുക്ക്
ഇനി ഗൈസ് നമുക്ക് ഒരു വീടുണ്ടാക്കണം ഗൈസ്. ആ ഗൈസ് അതിന് മുന്നേ നമുക്ക് ഇതിനൊന്ന് നമുക്ക് ഇവിടെ ആയിട്ട് ഉണ്ടാക്കാം ഗൈസ്. ഒരു ചെറിയൊരു വീട് മതി. അപ്പൊ ഗൈസ് ഞാൻ വീടുണ്ടാക്കിയിട്ട് കാണിച്ചു തരാം. ഗൈസ് ഞാൻ എപ്പോഴാണ് ശ്രദ്ധിച്ചു നേരത്തെ തന്നെ ഈ സാധനം വെച്ചിട്ട് ഇങ്ങനെ ആക്കാന്ന്. ഇപ്പൊ ഒരു പ്രത്യേക സൗണ്ട് ഞാൻ നിങ്ങൾക്ക് കേൾപ്പിച്ചുതരാം. കണ്ട ഗൈസ് നല്ല സൗണ്ട് ഗൈസ്. അപ്പൊ നമ്മളെ വീട് ഇതാട്ടാ ഗൈസ്. ഇതാ ഇവിടെയാണ് നമ്മള് മറ്റേ ക്രാഫ്റ്റിംഗ് ടേബിൾ. ഇവിടെ 2 ചെസ്റ്റ് ഒന്നും വെച്ചിട്ടില്ല. മേലായിട്ട് നമ്മള് ഇവിടേക്ക് തോന്നുന്നു മൈൻഡ് ചെയ്തപ്പോ ഈ മറ്റേ കോപ്പർ എന്നുള്ള സാധനം കിട്ടി. അപ്പൊ നമ്മള് അതിന്റെ ബ്ലോക്ക് ആക്കിയിട്ട് ഇതൊക്കെയാണ്. പിന്നെ ഇവിടെ ഒക്കെ ക്രീപ്പേഴ്സ് വന്നിട്ട് ഭയങ്കര ഇതേന്. നമുക്ക് ഈ ഡോറും ഏണിയൊക്കെയാണ് വെക്കാനുള്ളത്. പിന്നെ ഒരു വീട്ടിൽ പോയപ്പോൾ അയണിന്റെ 2 ബൂട്ട് കിട്ടി. അപ്പൊ നമ്മക്ക് ഇപ്പൊ ഇടാ ഈ അയൺ സോറും. പിന്നെ കുറച്ച് പശുവിനെ പോകുന്നു. പക്ഷേ ഇതുവരെ നമുക്ക് ബെഡ് ഉണ്ടാക്കാൻ പറ്റൂല. ബെഡ് ഉണ്ടാക്കാൻ പറ്റും തോന്നില്ല. കാരണം ബെഡ് ഉണ്ടാക്കാനുള്ള എല്ലാ സാധനം ഉണ്ട്. പക്ഷെ വൂള് മാത്രമാണ് ഇല്ലാത്തത്. നമുക്ക് കൊറേ സ്റ്റിക്ക് കണ്ടിരിക്കാം. ഫുള്ള് സ്റ്റിക്ക്. ഓക്കെ ഇത്ര മതി. നമുക്ക് വാതിൽ ഫസ്റ്റ് നമുക്ക് ഇവിടെ ഡോഗ് ഉണ്ട് കിട്ടാ. നമുക്ക് നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യണ്ട. അവസാനില്ല. നമ്മള് എന്താ ചെയ്യാ, ഒരു സ്വിച്ച് ഉണ്ട്. സ്വിച്ച് സാഡിലൊക്കെ ഉണ്ട് ട്ടാ. ഷോർട്ട്സ് ആർമറാണ്. ഇതിനനുസരിച്ച് ആർമറും അല്ല മറ്റേ അയേണുമാണ്. ഞാൻ ഫുള്ള് ഉണ്ടാക്കി. അയേ ഇല്ല, അത് മാത്രം പ്രശ്നമല്ല. പിന്നപ്പ എന്താ ഇനി സ്വിച്ച് ഞാൻ മറന്നു പോവാ ഗൈസ്. സ്വിച്ച് അത് മതി ഗൈസ്. രണ്ട് സ്വിച്ച് മതി ഗൈസ്. ഫസ്റ്റത്തെ സ്വിച്ച് ഇതുണ്ട്. അതിന്റെ പ്രത്യേകത സ്വിച്ച് ഇവിടെ പോയി ഗൈസ്. ഇവിടെ നിന്നാ നമുക്ക് പുറത്തുംപാടി വെച്ചിട്ട് എസ്കേപ്പ് ആവാം. അല്ലേ വേണ്ടത് ഒരു സോംബീസ് വന്നാൽ തന്നെത്താനെ ഇതാക്കാലോ. നമുക്ക് മൈൻഡ് ചെയ്യാം. ഇവിടെ മൈൻഡ് ചെയ്തിരുന്നത് നമുക്ക് വേറെ വെക്കാം.
നമുക്ക് കുറച്ച് ടോർച്ചിന്റെ ആവശ്യം ഉണ്ടായിരുന്നു. നമുക്ക് ഇവിടെ 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 കഷ്ട ഗൈസ്. അയ്യോ ഗൈസ്, നമുക്ക് ടോർച്ചാണ് വേണ്ടത്. ടോർച്ച് ഉണ്ടാക്കാൻ പറ്റും എനിക്ക് തോന്നുന്നില്ല. എന്താ ഇല്ലാത്ത? മിക്കവാറും കോളേക്കാണ്. പുതിയ ഏതെങ്കിലും ഒരു ടോർച്ച് എടുക്കാം. ഈ ടോർച്ച് എടുക്കാം. നമ്മൾ ഈ ടോർച്ച് നമ്മള് ഇട്ടിട്ടാ അങ്ങനെ ഇവിടെ അല്ലൊരു തിളക്കം പോലെ ഉണ്ടാവും. എന്റെ കൈസ് ഇന്നൊന്നും കാണൂല കൈസ്. ഓക്കെ, ഇതിന്ന് മൈൻഡ് ചെയ്തപ്പോഴാണ് മറ്റേ ഈ സാധനം കിട്ടിയ റോക്കോ. പിന്നെയൊക്കെ ഇങ്ങനെ കുഴിച്ച് പോവാം കൈസ്. നമ്മള് ഇത് സാധനം ഫുള്ളായിക്കണ. അയ്യോ അവിടെ വെക്കുമ്പോ ഇവിടെ വന്നത് കേറുക. എന്ത് കഷ്ട ഗൈസ്. ആ സാധനം തീർന്നിട്ടുണ്ട്. എന്ത് ചെയ്യും ഗൈസ്? കിട്ടിയിട്ടുണ്ട്. എവിടെയെങ്കിലും എത്തി ഗൈസ്, ഇതുവരെ എത്തി. നമ്മൾ എന്ത് ചെയ്യും? ഇങ്ങനെ വന്ന് ഈ ബ്ലോക്ക് പൊട്ടിക്കുക ഗൈസ്. ഇനി നമുക്ക് മേലെ പോയിട്ട് കുറച്ചും പാടി ഏണികൾ ഉണ്ടാക്കാം. മറ്റേ കോണി. അയ്യോ ഗൈസ്, ഇത് പറ്റുന്നില്ലല്ലോ. ഇതെന്താ സംഭവം മനസ്സിലായില്ല. നമുക്ക് ട്രാപ്പ് ഡോർ ഉണ്ടാക്കാം. ട്രാപ്പ് ഡോർ. ഇൻവെന്ററി ഫുള്ളാണ്, അതുകൊണ്ട് നമുക്ക് കുറെ സാധനങ്ങൾ ഇതിൽ നിന്ന് ഇങ്ങോട്ട് എടുത്തേക്കാം. നമ്മൾ കാര്യം പറഞ്ഞാണ്. ഉണ്ടാക്കാം. ആകെ ഒരു ഹെൽത്ത്. അയ്യോ ഗൈസ്, പൊട്ടത്തരം കാണിക്കുന്നു. നമുക്ക്
അത് വെച്ചിട്ട് ഇങ്ങനെയാണ് നമ്മളൊരു സാധനം ഫ്രൈ ചെയ്യണത്. ഇതെന്താ പറ്റിയത്? ഇതെന്താ ഗൈസ് ഇങ്ങനെ? അങ്ങനെ ഇതിൽ നമുക്ക് ഇതും പാടി ഇങ്ങനെയാണ്. ഇതിന്റെ വക നമുക്ക് ചെറുതായിട്ടൊരു റിഫ്ലക്റ്റിന്റെ ലൈറ്റ് ഇട്ടിട്ടോ. ട്രാപ്പ് ഡോറ് നമ്മളെ കയ്യിൽ ട്രാപ്പ് ഡോറ് ഉണ്ടാക്കിയ ഗൈസ്. ട്രാപ്പ് ഡോറ് അയ്യോ ഇങ്ങനെ വല്ലേ. പക്ഷെ നമുക്ക് ട്രാപ്പ് ഡോർ ഇവിടെ വെക്കാൻ പറ്റില്ലല്ലോ. ഓ ഗൈസ് ഇത് പൊട്ടിച്ച് കളയണം. അയ്യോ ഗൈസ് സൗണ്ടും പാടി. ഗൈസ് ഇപ്പൊ ഒരു സംഭവം മനസ്സിലായി. ഇതുമേ കയറിയ ഇതും തുറക്കും. നല്ലൊരു ഐഡിയ ആയി ഗൈസ്. രാവിലെ നമുക്ക് പുറത്ത് ഇറങ്ങാം. ഗൈസ് നമുക്ക് അതിന് മുന്നേ എല്ലാ ചങ്ങാതിമാരും നമ്മളെ വന്ന് എന്തെങ്കിലും ആക്കിയാൽ നമ്മളെ കഥ കഴിയും. നമുക്ക് ചിക്കൻ കഴിയും. ചിക്കൻ തിന്നിട്ട് പോകാം. ചിക്കൻ ഇതില് നമ്മൾ വെച്ച ബീഫല്ലേ സ്റ്റിക്കല്ലേ. ഓക്കെ നമുക്ക് പോത്തിന് കുക്ക് ചെയ്യാം. നീ പുറത്തേക്ക് പോവല്ല ഗൈസ്. പോവാ ഒരുപാടും പിടിച്ചാണ്ട് പോവാ ഗൈസ്. പേടിയല്ല ഗൈസ്. നമ്മള് ബാക്കൊന്നും അല്ല ക്രീപ്പർ വന്ന് നമ്മളെ പൊട്ടി തെറിപ്പിച്ചാലോ. കൊറേ സാധനങ്ങളുള്ളതല്ലേ. ചെസ്റ്റിൽ വെക്കായിരുന്നു. ഇപ്പൊ സാരില്ല. ഈ ആടിന് ആവശ്യമുണ്ട് ഗൈസ്. നമുക്ക് ആവശ്യമില്ലാണ്ട് ഞാൻ കൊല്ലൂല ഗൈസ്. ഒക്കെ ഒരു ലെതറും പടി കിട്ടാനുള്ള ഒരു ഐഡിയ ആയി. നമുക്ക് ഇത് ഉപയോഗിച്ചിട്ട് കാര്യമില്ല. അയണാണ്ട് ഉപയോഗിക്കുക ഗൈസ്. എന്താ ചെയ്യാ? അതിന്റെ കുഞ്ഞു വന്നു ഗൈസ്. വേറെ വഴിയില്ല. ഒന്നും കിട്ടിയില്ല ഗൈസ്. നമ്മളാരാ? നമുക്ക് അതിനും വാരി ഒന്ന് തീർത്തിട്ട് ഇവിടെ എന്ത് കേവ് ഉണ്ട് ഗൈസ്. പക്ഷെ നമുക്ക് അവിടെ കേറണ്ട. നമുക്ക് ഇപ്പൊ ചാടിയാണ് എന്റെ കഥ കഴിഞ്ഞു.
ഇതെന്താ സംഭവം എനിക്ക് ഇതുവരെ മനസ്സിലായില്ല ഗൈസ്. ഇതെങ്ങനെയാണോ ഇത് എന്താണെന്നൊന്നും മനസ്സിലായില്ല. പക്ഷെ നമുക്ക് ഇതിന്റെ ഉള്ളിൽ കയറാം. അവിടെ ഒന്നും ഇല്ലല്ലോ. ഈ വീട്ടിൽ നിന്നാ കഴിച്ച് നമുക്ക് അയൺ കിട്ടിയത്. ഞാൻ ആദ്യമായിട്ട് കഴിച്ച ഒരു വില്ലേജർ ഇത് ശേഖരിക്കുന്നത്. നമുക്ക് ശേഖരിച്ചു കഴിച്ചു പകരം. സാരല്ലേ കഴിച്ചു, നമ്മളൊരു ഹെൽപ്പ് ചെയ്യേണ്ടി വന്നു അല്ലേ പിന്നെ. നമുക്കിതൊക്കെ ചെയ്യാം. ഒന്ന് ബാക്കി വെക്കാം. ഒന്ന് ബാക്കി വെച്ച് നമ്മള് നന്മമരമാണ് കഴിച്ചു. നമുക്ക് ഗൈസ് മറക്കരുത്, മരാണ് നമുക്ക് ആവശ്യമുള്ളത്. അപ്പൊ ഗൈസ് ഞാൻ കുറച്ച് മരം ശേഖരിച്ചിട്ട് വരാം. അപ്പൊ ഗൈസ് നമുക്ക് കുറച്ച് മരങ്ങളായിട്ടുണ്ട്. നമുക്ക് അപ്പൊ ഗൈസ് ആരും വരുന്നില്ല, അതുകൊണ്ട് നമുക്ക് വില്ലേജിൽ പോയി കയറി കെടുക്കാം. ഇതിവിടെ ഉണ്ടായിക്കോട്ടെ ഗൈസ്. അപ്പൊ ഗൈസ് നമുക്ക് ഈ സാധനങ്ങൾ ഇട്ടിടാം. ഈ സാധനം വെറുതെ ഇങ്ങനെ നിക്കണോ? വേണ്ട. അയ്യോ ഗൈസ്, നന്മയുള്ളവരാണ് നമ്മൾ. എന്തുണ്ടായി? എന്താണ് ഗൈസ്? നമ്മളൊന്നും തല്ലാൻ പറ്റൂല. അയ്യോ ഗൈസ്, ഓ ഗൈസ്, ഞാൻ സാധനങ്ങൾ അവിടെ പോയിരിക്കണ്ട ഓലെ ഇടയിന്ന്. നമ്മളൊന്നും കണ്ടില്ല. ചേട്ടുകാലം നമ്മളെ കൂടെ വരുന്നുണ്ട് ഗൈസ്. നമുക്ക് വേഗം വണ്ടി രക്ഷപ്പെടണം ഗൈസ്. വേഗം വേഗം ഗൈസ്, നമുക്ക് എല്ലാ സാധനങ്ങളും കിട്ടിയിട്ടുണ്ട് ഗൈസ്. നമുക്ക് ഇതിന്റെ ഉള്ളിൽ പോവല്ലേ? ആരുമില്ലല്ലോ. അല്ല ഗൈസ്, എന്നാലും അതെങ്ങനെ ഗൈസ് ഈ സാധനം ആക്സ് വെച്ചിട്ട് കണ്ടോ? ഞങ്ങളെ ഒന്നും പണി കണ്ടോ? ഇവിടെ ഇല്ലല്ലേ. അപ്പൊ നമുക്ക് ഗൈസ് ഈ സംഭവങ്ങളൊക്കെ ഇടാം. മേത്ത് ഡ്രസ്സൊക്കെ ഇടാം. ഓക്കെ, ഇതൊരു വില്ലേജറിന്റെ ലുക്ക് പോലെ ഫാൻറ്റും ഇതും പാടിട്ടപ്പോ നമുക്കൊരു ഫുഡുള്ള ഒരു ഇതിൽ കിടക്കായിരുന്നു. വാളം പിടിച്ച് നടക്കാം. വേണ്ട ഗൈസ്, നമുക്കൊന്നിനും സമയമില്ല ഗൈസ്. എന്ത് ചെയ്യാ ഗൈസ്? ഞാൻ രസം കിട്ടോ ഗൈസ്? നമുക്കൊരു കാര്യം ചെയ്യാം. ചാട ഇതാണ് ഒരു രസം. രാവിലെ ആയിട്ടുണ്ട്. നമുക്ക് അതിനെ കൊന്നാലോ? എന്താ? അത് താനെ ചത്തു.
പക്ഷേ ഈ വീടിന് എന്തോ പ്രത്യേകത ഉള്ള പോലെ അല്ലേ? ആ ഗൈസ് 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 ഗൈസ്. അയ്യോ ഗൈസ്, ഈ വീടിന്റെ പ്രത്യേകത എപ്പോഴാ മനസ്സിലായി ഗൈസ്? പുറത്തിറങ്ങാൻ പറ്റൂല ഗൈസ്. ഇതാണ് ഈ വീടിന്റെ പ്രത്യേകത ഗൈസ്. ഓക്കെ, ഏത് വില്ലേജറിനെ തൊട്ടത്? ആ അല്ലല്ലോ, ചേട്ടാ. അപ്പൊ ഗൈസ് ഇനി നമുക്ക് തിന്നാം. ഇനി ഗൈസ് നമുക്ക് ഒരു വീടുണ്ടാക്കണം ഗൈസ്. ആ ഗൈസ്, അതിന് മുന്നേ നമുക്ക് ഇതിനൊന്ന് നമുക്ക് ഇവിടെ ആയിട്ട് ഉണ്ടാക്കാം ഗൈസ്. ഒരു ചെറിയൊരു വീട് മതി. അപ്പൊ ഗൈസ് ഞാൻ വീടുണ്ടാക്കിയിട്ട് കാണിച്ചു തരാം. ഗൈസ് ഞാൻ എപ്പോഴാ ശ്രദ്ധിച്ചു, നേരത്തെ തന്നെ ഈ സാധനം വെച്ചിട്ട് ഇങ്ങനെ ആക്കാന്ന്. ഇപ്പൊ ഒരു പ്രത്യേക സൗണ്ട് ഞാൻ നിങ്ങൾക്ക് കേൾപ്പിച്ചുതരാം. കണ്ട ഗൈസ്, നല്ല സൗണ്ട് ഗൈസ്. അപ്പൊ നമ്മളെ വീട് ഇതാട്ടാ ഗൈസ്. ഇതാ ഇവിടെയാണ് നമ്മള് മറ്റേ ക്രാഫ്റ്റിംഗ് ടേബിൾ. ഇവിടെ 2 ചെസ്റ്റ് ഒന്നും വെച്ചിട്ടില്ല. മേലായിട്ട് നമ്മള് ഇവിടേക്ക് തോന്നുന്നു മൈൻഡ് ചെയ്തപ്പോ ഈ മറ്റേ റാവ് കോപ്പർ എന്നുള്ള സാധനം കിട്ടി. അപ്പൊ നമ്മള് അതിന്റെ ബ്ലോക്ക് ആക്കിയിട്ട് ഇതാക്കിയാണ്. പിന്നെ ഇവിടെ ഒക്കെ ക്രീപ്പേഴ്സ് വന്നിട്ട് ഭയങ്കര ഇതായിരുന്നു. നമുക്ക് ഈ ഡോറും ഏണിയൊക്കെയാണ് വെക്കാനുള്ളത്. പിന്നെ ഒരു വീട്ടിൽ പോയപ്പോൾ അയണിന്റെ 2 ബൂട്ട് കിട്ടി. അപ്പൊ നമ്മക്ക് ഇപ്പൊ ഇടാ ഈ അയൺ സോറും. പിന്നെ കുറച്ച് പശുവിനെ കൊന്നിരുന്നു. പക്ഷേ ഇതുവരെ നമുക്ക് ബെഡ് ഉണ്ടാക്കാൻ പറ്റൂല. ബെഡ് ഉണ്ടാക്കാൻ പറ്റും തോന്നില്ല. കാരണം ബെഡ് ഉണ്ടാക്കാനുള്ള എല്ലാ സാധനം ഉണ്ട്, പക്ഷെ വൂള് മാത്രമാണ് ഇല്ലാത്തത്. നമുക്ക് കൊറേ സ്റ്റിക്ക് കണ്ടിരിക്കാം. ഫുള്ള് സ്റ്റിക്ക്. ഓക്കെ, ഇത്ര മതി. നമുക്ക് വാതിൽ ഫസ്റ്റ് നമുക്ക് ഇവിടെ ഡോഗ് ഉണ്ട് കിട്ടാ ഗൈസ്. നമുക്ക് നമുക്ക് മെയിൻ ചെയ്യണ്ട അവസാനില്ല. നമ്മള് എന്താ ചെയ്യാ, ഒരു സ്വിച്ച് ഉണ്ട്. സ്വിച്ച് അത് മതി ഗൈസ്. രണ്ട് സ്വിച്ച് മതി ഗൈസ്. ഫസ്റ്റത്തെ സ്വിച്ച് ഇതുണ്ട്. അതിന്റെ പ്രത്യേകത ഇവിടെ നിന്നാ നമുക്ക് പുറത്തുംപാടി വെച്ചിട്ട് എസ്കേപ്പ് ചെയ്യാം. അല്ലേ വേണ്ടത് ഒരു സോംബീസ് വന്നാൽ തന്നെത്താനെ ഇതാക്കാലോ. നമുക്ക് മൈൻഡ് ചെയ്യാം. നമുക്ക് കുറച്ച് ടോർച്ചിന്റെ ആവശ്യം ഉണ്ടായിരുന്നു. നമുക്ക് ഇവിടെ 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 അയ്യോ,
ടോർച്ചാണ് വേണ്ടത്. ടോർച്ച് ഉണ്ടാക്കാൻ പറ്റും എനിക്ക് തോന്നുന്നില്ല. എന്താ ഇല്ലാത്ത? മിക്കവാറും കോളേക്കാണ്. പുതിയ ഏതെങ്കിലും ഒരു ടോർച്ച് എടുക്കാം. ഈ ടോർച്ച് എടുക്കാം. നമ്മൾ ഈ ടോർച്ച് നമ്മള് ഇട്ടിട്ടാ അങ്ങനെ ഇവിടെ അല്ലൊരു തിളക്കം പോലെ ഉണ്ടാവും. എന്റെ കൈസ് ഇന്നൊന്നും കാണൂല കൈസ്. ഓക്കെ, ഇതിന്ന് മൈൻഡ് ചെയ്തപ്പോഴാണ് മറ്റേ ഈ സാധനം കിട്ടിയത്. റോക്കോ നമ്മള് ഇത് സാധനം ഫുള്ളായിക്കണ. നമ്മളെന്ത് ചെയ്യും? ഇങ്ങനെ വന്ന് ഈ ബ്ലോക്ക് പൊട്ടിക്കാം ഗൈസ്. ഇനി നമുക്ക് മേലെ പോയിട്ട് ഇതെന്താ സംഭവം മനസ്സിലായില്ല. നമുക്ക് ട്രാപ്പ് ഡോർ ഉണ്ടാക്കാം. ട്രാപ്പ് ഡോർ എൻട്രി ഫുള്ളാണ്. അതുകൊണ്ട് നമുക്ക് കുറെ സാധനങ്ങൾ ഇതിൽ നിന്ന് ഇങ്ങോട്ട് എടുത്തേക്കാം. നമ്മൾ കാര്യം പറഞ്ഞു ഉണ്ടാക്കാം. ആകെ ഒരു ഹെൽത്ത്. അയ്യോ ഗൈസ് പൊട്ടാത്തരം കാണിക്കുന്നു. നമുക്ക് ഇങ്ങനെയാണ് നമ്മളൊരു സാധനം ഫ്രൈ ചെയ്യണത്. എന്താ പറ്റിയത്? ഇതെന്താ കഴിച്ചു ഇങ്ങനെ? അങ്ങനെ ഇതിൽ നമുക്ക് ഇതും പാടി ഇങ്ങനെയാണ്. ഇതിന്റെ വക നമുക്ക് ചെറുതായിട്ടൊരു റിഫ്ലക്റ്റിന്റെ ലൈറ്റ് ഇട്ടിട്ടാ. ട്രാപ്പ് ഡോർ നമ്മളെ കയ്യിൽ ട്രാപ്പ് ഡോർ ഉണ്ടാക്കിയ ഗൈസ്. ട്രാപ്പ് ഡോർ അയ്യോ ഇങ്ങനെ വല്ലേ. പക്ഷെ നമുക്ക് ട്രാപ്പ് ഡോർ ഇവിടെ വെക്കാൻ പറ്റില്ലല്ലോ. ഓ ഗൈസ് ഇത് പൊട്ടിച്ച് കളയണം. അയ്യോ ഗൈസ് സൗണ്ടും പാടി. ഗൈസ് ഇപ്പൊ ഒരു സംഭവം മനസ്സിലായി. ഇതുമേ കയറിയ ഇതും തുറക്കും. നല്ലൊരു ഐഡിയ ആയി ഗൈസ്. രാവിലെ നമുക്ക് പുറത്ത് ഇറങ്ങാം. ഗൈസ് നമുക്ക് അതിന് മുന്നേ എല്ലാ ചങ്ങാതിമാരും നമ്മളെ വന്ന് എന്തെങ്കിലും ആക്കിയാൽ നമ്മളെ കഥ കഴിയും.
നമുക്ക് ചിക്കൻ കഴിയും. ചിക്കൻ തിന്നിട്ട് പോകാം. ചിക്കൻ ഹെൽത്ത് ഇതില് നമ്മൾ വെച്ച ബീഫല്ലേ, സ്റ്റിക്കല്ലേ. ഓക്കെ, നമുക്ക് പോത്തിന് കുക്ക് ചെയ്യാം. നീ പുറത്തേക്ക് പോവല്ലേ ഗൈസ്? പോവാ, ഒരുപാടും പിടിച്ചാണ്ട് പോവാ ഗൈസ്. പേടിയല്ല ഗൈസ്, നമ്മള് ബാക്കൊന്നും അല്ല, ക്രീപ്പർ വന്ന് നമ്മളെ പൊട്ടി തെറിപ്പിച്ചാലോ. കൊറേ സാധനങ്ങളുള്ളതല്ലേ, ചെസ്റ്റിൽ വെക്കായിരുന്നു. ഇപ്പൊ സാരില്ല, ഈ ആടിന് ആവശ്യമുണ്ട് ഗൈസ്. നമുക്ക് ആവശ്യമില്ലാണ്ട് ഞാൻ കൊല്ലൂല ഗൈസ്. ഗൈസ് ഒക്കെ ഒരു ലെതറും പടി കിട്ടാനുള്ള ഒരു ഐഡിയ ആയി. നമുക്ക് ഇത് ഉപയോഗിച്ചിട്ട് കാര്യമില്ല, അയണാണ് ഉപയോഗിക്കുക ഗൈസ്. എന്താ ചെയ്യാ? അതിന്റെ കുഞ്ഞു വന്നു ഗൈസ്, വേറെ വഴിയില്ല. ഒന്നും കിട്ടിയില്ല ഗൈസ്. നമ്മളാരാ? നമുക്ക് അതിനുമാരി ഒന്ന് തീർത്തിട്ട് ഇവിടെ എന്ത് കേവ് ഉണ്ട് ഗൈസ്, പക്ഷെ നമുക്ക് അവിടെ കേറണ്ട. നമുക്ക് ഇപ്പൊ ചാടിയാണ് എന്റെ കഥ കഴിഞ്ഞു. ഇതെന്താ സംഭവം എനിക്ക് ഇതുവരെ മനസ്സിലായില്ല ഗൈസ്. ഇതെങ്ങനെയാണോ, എന്താണോന്നും മനസ്സിലായില്ല. പക്ഷെ നമുക്ക് ഇതിന്റെ ഉള്ളിൽ അവിടെ ഒന്നും ഇല്ലല്ലോ. ഈ വീട്ടിൽ നിന്നാ കഴിച്ച് നമുക്ക് അയൺ കിട്ടിയത്. ഞാൻ ആദ്യമായിട്ട് കഴിച്ച ഒരു വില്ലേജർ ഇത് ശേഖരിക്കുന്നത്. നമുക്ക് ശേഖരിച്ചു കഴിച്ചു പകരം. സാരല്ലേ കഴിച്ച്, നമ്മളൊരു ഹെൽപ്പ് ചെയ്യേണ്ടി വന്നു അല്ലേ. പിന്നെ നമുക്കിതൊക്കെ ചെയ്യാം. ഒന്ന് ബാക്കി വെക്കാം, ഒന്ന് ബാക്കി വെച്ച്. നമ്മള് നന്മമരമാണ് കഴിച്ച്. നമുക്ക്